ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാമിന് ഈ സൊസൈറ്റിയിലുള്ള വില എന്താണെന്ന് അവൾക്ക് ധാരണയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടല്ല, അവളുടെ അമ്മയുടെ അതേ അഹങ്കാരം അവക്ക്. അവളുടെ അമ്മയ്ക്ക് അസുഖമാണ് പോലും. അത് എനിക്കെന്താ? അവള് ചാവേണ്ടവള് തന്നെയാ. നീറി നീറി ചത്തൊടുങ്ങണ്ടവളാ. എടോ, താനെന്തിനാടോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? എന്നെ വിളിച്ചതല്ലേ? ഈ പൂവെടുത്ത് കൈനീട്ടി വിളിച്ചതല്ലേ? എടോ, താൻ എന്ത് വേഷം കെട്ടാടോ ഈ കാണിക്കുന്നത്? അല്ല സാർ, തന്നോട് ഞാനൊരു പ്രൊജക്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നില്ലേ? അത് ഇതുവരെ മേശപ്പുറത്തെത്തിയില്ലല്ലോ. സ്റ്റാഫിന്റെ സാലറിയുടെ ഹൈക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എവിടെ? എടോ, എന്തിനോടോ താൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ഒരു കോമൺ സെൻസ് ഇല്ല തനിക്ക്? ഉണ്ട് സാറേ, എനിക്ക് കോമൺ സെൻസ് ഉണ്ട്. അതുകൊണ്ട് സാറിന്റെ ഈ ദേഷ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നെ സാറേ, രണ്ടു പേര് തമ്മിൽ കാണുന്നതും പ്രേമിക്കുന്നതും പ്രണയത്തിന്റെ ആദ്യ ഘട്ടമാ. രണ്ടാമത്തെ ഘട്ടം എന്താണെന്നറിയോ? പരിസരം പോലും മറന്ന് ഒരാള് മറ്റൊരാളെ നനച്ച് ഒരേ ഇരിപ്പാ. ദേ സാറിപ്പോ ഇരുന്ന പോലെ. അടുത്ത ഘട്ടമുണ്ട്. ഓ, അത് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക എന്നുള്ളതാ. സാറേ, ഇപ്പൊ അതിലേക്കുള്ള യാത്രയില്ല സാറ്. സാറിനിപ്പോ പ്രൊജക്ട് റിപ്പോർട്ടും ആവശ്യമില്ല, ലാഭക്കണക്കും വേണ്ട. സാറിന്റെ മനസ്സിലേ ഇപ്പൊ ഒരൊറ്റ പേരേ ഉള്ളൂ, ഗാഥ. ഗാഥ. അതേടോ മാണിക്കുഞ്ഞെ, ഏത് നിമിഷവും കണക്കുകൾ മാത്രം ഉണ്ടായിരുന്ന എന്റെ തലച്ചോറില് അതൊക്കെ അവധിയെടുത്ത് പോയടോ. പകരം ഒഴുകി നടക്കുന്നത് മുഴുവൻ അവളുടെ രൂപമാ, അവളുടെ ശബ്ദമാ, അവളുടെ ചിരിയാ. എന്റെ പൊന്നു സാറേ, സത്യത്തില് സാർ ഒരു വിശ്വാമിത്രനായിരുന്നു. ഇളകാത്ത മനസ്സിന്റെ ഉടമ. പക്ഷേ പ്രണയത്തിന്റെ കനലുമായി ഗാഥാ മാഡം മന്ദം മന്ദം ആ കനല് സാറിന്റെ മനസ്സിലേക്ക് കോരിയിട്ടു. സാറ് ഫ്ലാറ്റ്. സത്യം പറ സാറേ, ഇപ്പോ സാറിന്റെ മനസ്സിന് ഒരു സുഖമൊക്കെ തോന്നുന്നില്ലേ? ഉണ്ടടോ മാണിക്കുഞ്ഞെ, ബിസിനസിന്റെ ലോകത്ത് നിന്ന് വേറൊരു ലോകത്തേക്ക് എത്തിയ പോലെ. പക്ഷേ സാറേ, കുറച്ചുകൂടെ കഴിയുമ്പോഴേ നമ്മുടെ ലേഡി സ്റ്റാഫൊക്കെ ഇങ്ങോട്ട് വരും. എന്റെ അടുത്ത് നീട്ടിയത് പോലെ അവർക്കൊന്നും പൂ നീട്ടിയേക്കല്ലേ സാറേ, പണിയാവും. ബോർഡോടുന്നു. എന്നാ പിന്നെ ഞാൻ പോയി പ്രൊജക്ട് റിപ്പോർട്ട് എടുത്തോണ്ട് വരാം. ആ കാര്യം താൻ തന്നെ ചെയ്താൽ മതി. എനിക്കിവിടെ വേറെ ഇഷ്ടം പോലെ ജോലിയുണ്ട്. ആ ജോലി എനിക്ക് മനസ്സിലായി. നടക്കട്ടെ സാറേ. എന്റെ സാർ ഒരു പച്ചയായ മനുഷ്യനായിരിക്കണം, അത് മതി. അതെ, ഇത് കമ്പനി ഓഫീസാ. ഇവിടെ എനിക്ക് അല്പം ഗൗരവം കൂടുതലാ. അതില്ലാതാക്കി കളയല്ലേ പൊന്നെ. ഉണ്ണിമായേ, ഉണ്ണിമായേ, അമ്മയ്ക്ക് എങ്ങനെയുണ്ടെടി? ഇപ്പൊ ഒന്നും മയങ്ങ. ഞാൻ എഴുന്നേപ്പിച്ചിരുത്തിട്ട് പോലും അമ്മയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അയ്യോ, നീ വന്നേ. അമ്മേ, അമ്മേ, എന്തു പറ്റിയത് അമ്മേ? എഴുന്നേക്കണ്ട. എനിക്കൊന്നുമില്ല അമ്മേ. പുതിയ ജോലി കേറിയതാ. നിന്നെ വിളിക്കണ്ടെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ, കേട്ടില്ല ഇവള്. ഇങ്ങനെയുള്ള കാര്യത്തിന് വിളിച്ചില്ലെങ്കിൽ ഇവൾ എന്നോട് ദേഷ്യപ്പെടില്ലേ? അമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞാ മതി. അമ്മേ, നമുക്ക് ആശുപത്രിയിൽ പോവാം. കുഴപ്പമില്ല മോളെ, നീ ഇങ്ങനെ പാഞ്ഞു വരുമെന്ന് ഞാൻ കരുതിയോ? അല്പ സുഖം തോന്നിയതുകൊണ്ടാ ഞാൻ ഇവിടെ കിടന്നൊന്ന് മയങ്ങിയത്. നിന്റെ ജോലിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതൊക്കെ ഞാനവിടെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ണി, അമ്മ എന്തേലും കഴിച്ചായിരുന്നോ?
കഴിക്കാനെടുത്തിട്ട് അമ്മയെക്കൊണ്ട് നിവർന്നിരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നീ പോയി എന്തേലും എടുത്തോണ്ട് വാ. ആ. അതെ, ഞാൻ ദൂരെയാണെന്നും എനിക്കൊരു ജോലി കിട്ടിയെന്നും കരുതി അമ്മയുടെ കാര്യങ്ങള് എന്നോട് മറച്ചു വെക്കാന്നാണോ കരുതിയേ? ഞാൻ എന്തിനാ കിടന്ന് കഷ്ടപ്പെടുന്നേ? അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ? അമ്മയെ എന്നും എനിക്ക് കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? ദാ. ദാ ഇത് കുടിച്ചേ. കണ്ടോ, വിളിച്ചു വരുത്തണ്ടെന്ന് കുറെ തവണ പറഞ്ഞിട്ട് ഇപ്പൊ കൃഷ്ണ വന്നപ്പോ കൊടുക്കുന്ന കഞ്ഞി കുടിക്കുന്ന കണ്ടോ? നീ എനിക്ക് കൃഷ്ണയെ പോലെയെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ തരുമ്പോ കുടിക്കണ്ടേ? നീ പിണങ്ങണ്ടടി. നീയും ഇവളും എനിക്കൊരുപോലെയാ. പിന്നെ ഇവളിങ്ങനെ അടുത്ത് പിടിച്ചിരുത്തി കോരിത്തരുമ്പോ അതിനൊരു രുചി തോന്നും. അമ്മമാരെല്ലാം അങ്ങനെയാ. നീ നിന്റെ അമ്മയുടെ അടുത്ത് ചെന്നിരിക്കുമ്പോ അവർക്കും അങ്ങനെയാ തോന്നുക. മോളെ, നിനക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോണോ? അയ്യോ, ഒന്ന് മിണ്ടാതിരിക്കോ? ആവശ്യത്തിന് ലീവും പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നിരിക്കുന്നെ. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഇരുന്നോളാം. ഈ കഞ്ഞി കുടിച്ചേ. മാം, നാൻസി ഇപ്പൊ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. മാം അവളോട് ഷൗട്ട് ചെയ്തോ? എന്താ, അവളോട് സംസാരിക്കാൻ പാടില്ലേ? എന്റെ ശമ്പളം പറ്റുന്നവരോട് എനിക്ക് സംസാരിക്കാൻ പാടില്ല സിനി? അവളുടെ ഭാഗത്ത് നിന്ന് തെറ്റായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലെന്നാ പറഞ്ഞേ. മാം എന്തോ ടെൻഷനിലാണെന്ന് പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിച്ചു. കൃഷ്ണ പെട്ടെന്ന് പോയ ടെൻഷനാണ് മാമിനെന്ന് എനിക്കറിയാം. അവളൊരു നാട്ടിൻപുറത്തുകാരി പെൺകുട്ടിയല്ലേ മാം. മാമിന് ഈ സൊസൈറ്റിയിലുള്ള വില എന്താണെന്ന് അവൾക്ക് ധാരണയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടല്ല, അവളുടെ അമ്മയുടെ അതേ അഹങ്കാരം അവക്ക്. അവളുടെ അമ്മയ്ക്ക് അസുഖമാണ് പോലും. അത് എനിക്കെന്താ? അവള് ചാവേണ്ടവള് തന്നെയാ. നീറി ചത്തൊടുങ്ങണ്ടവളാ. അത്രയ്ക്ക് ഉപദ്രവിച്ചത് തന്നെ. അതൊന്നും കൃഷ്ണയ്ക്ക് അറിയില്ലല്ലോ മാം. സത്യത്തിൽ ഇങ്ങനൊരു കാര്യം നമ്മൾ പറഞ്ഞപ്പോ ആ കുട്ടി സമ്മതിച്ചത് തന്നെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയല്ലേ. അപ്പൊ പിന്നെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറയുമ്പോ അവൾ ഓടിപ്പോയില്ലേ? ഒരിക്കൽ അമ്മയെ സഹിച്ചു, ഇപ്പൊ മോളെ. അമ്മയ്ക്ക് എന്റെ ജീവിതത്തിൽ വേട്ടയിടാൻ പറ്റി, പക്ഷെ മോക്ക് അതിനുള്ള അവസരം ഞാൻ കൊടുക്കില്ല.